കുഞ്ഞൂസ് ഭക്ഷണം കഴിച്ച് ഇരിക്കുമ്പോഴേക്കും മോളുടെ അമ്മുക്കുട്ടി വരും. എൻ്റെ അച്ഛൻ എന്നാ വരാം അമ്മൂമ്മ? വരാതെ എന്താ അച്ഛൻ വരാത്തെ? അച്ഛൻ ഈ കുഞ്ഞൂസിനെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണോ വരാത്തെ? ആ കുഞ്ഞിന്റെ സംസാരം കേട്ടപ്പോൾ അച്ചുവിൻ്റെ ഉള്ളിലെ ദുഃഖം അകന്നുപോയി. അവൻ്റെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി തത്തി കളിച്ചു. അവൻ ആ കുഞ്ഞിനെ എത്തി നോക്കി. പോലീസ് യൂണിഫോമിൽ അവനെ കണ്ടാൽ ആ കുഞ്ഞൂസ്, പോലീസങ്കിൾ, പോലീസങ്കിൾ, കള്ളനെ പിടിക്കാൻ പോവാണോ? പോലീസങ്കിളിന് ഇടിക്കാനൊക്കെ അറിയോ? എന്തിനാടി കള്ളിപ്പെണ്ണെ ഇടിക്കാൻ അറിയണ്ടേ? നിനക്കാരെങ്കിലും ഇടിക്കാനുണ്ടോ? ഉണ്ട്, എൻ്റെ ക്ലാസ്സിലെ യദു ഇല്ലേ, യദു, അവൻ പറയാ എൻ്റെ അച്ഛന് എന്നെ ഇഷ്ടമല്ലാന്ന്, അതുകൊണ്ടാ എൻ്റെ അച്ഛന് കാണാൻ വരാത്തേന്ന്. ഒരു പരിചയമില്ലാത്ത അജുവിനോട് കുഞ്ഞൂസ് സംസാരിക്കുന്നത് കണ്ട് അവളുടെ അമ്മമ്മ അന്തം വിട്ടു നോക്കി. പരിചയമില്ലാത്തടത്ത് ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ഈ കുറുമ്പി ഇവനോട് ഇങ്ങനെ അടുത്ത് നിന്ന് ഒരു പരിചയക്കേടും ഇല്ലാതെ സംസാരിക്കുന്നത് അവരിൽ അത്ഭുതം ഉണ്ടാക്കി. അത് ശരി, എൻ്റെ മോളെ അച്ഛന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? എങ്കിൽ അവന് നല്ല ഇടി കൊടുക്കണമല്ലോ. ആദ്യം എൻ്റെ കുഞ്ഞിന് ഞാൻ മിഠായി തരട്ടെ എന്ന് പറഞ്ഞ് അജു ആ കുഞ്ഞിനെ വാരിയെടുത്തു. അവളുടെ അമ്മമ്മയോട് കണ്ണുകൊണ്ട് അനുവാദം വാങ്ങിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. ആ സമയത്താണ് കുഞ്ഞുവിൻ്റെ അമ്മയായ ലക്ഷ്മി കടന്നു വരുന്നത്. അമ്മേ, എവിടെ മോള്? അത് കുഞ്ഞൂസ് അപ്പുറത്തെ ഫ്ലാറ്റിലെ ആളുടെ കൂടെ. അമ്മേ, എന്തിനാ പരിചയമില്ലാത്തവരുടെ അടുത്തേക്ക് മോളെ വിടുന്നത്? അവൾ വിളിക്കൂ. ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ഉറക്കെ അവൾ പറഞ്ഞു. അവൾ അകത്തേക്ക് പോയി. ഇത് കേട്ട് അജു കുഞ്ഞുമായി വരുമ്പോൾ അവൾ പോകുന്നതാണ് കണ്ടത്. ഒരു സാരിയാണ് വേഷം, മുട്ടോളം മുടിയുണ്ട്, നല്ല ഇടതൂർന്ന് ചുരുണ്ട കറുത്ത മുടി. അത് ശരി, അപ്പോൾ ഈ അമ്മയുടെ മുടിയാണല്ലേ കുഞ്ഞൂസിന്? അതെ അങ്കിളേ, അമ്മയുടെ പോലെ മുടി, പക്ഷേ എൻ്റെ മുഖച്ചായ അച്ഛയുടെ ആണെന്നാ അമ്മ പറയുന്നേ. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ലക്ഷ്മി ജോലിക്ക് പോയ സമയം അജു പിന്നെയും കുഞ്ഞൂസിനെ വന്ന് കാണുമായിരുന്നു. ലക്ഷ്മിയുടെ അമ്മയ്ക്ക് അത് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലക്ഷ്മി ജോലി കഴിഞ്ഞ് നേരത്തെ വന്നപ്പോൾ അജു കുഞ്ഞുമായി അവൻ്റെ ഫ്ലാറ്റിലായിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന ലക്ഷ്മി കുഞ്ഞൂസ് അപ്പുറത്തെ ഫ്ലാറ്റിലാണെന്ന് അറിഞ്ഞതും ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പോയി കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന് അജുവിനെ കണ്ടതോടെ അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വന്നാണല്ലേ നിങ്ങൾ? ഞാൻ വിട്ടു തരില്ല. ഇത് എൻ്റെ കുഞ്ഞാ, എൻ്റെ മാത്രം കുഞ്ഞാ എന്ന് പറഞ്ഞ് അവൾ പതിയെ നിലത്തേക്ക് ഊർന്നുപോയി. പതിയെ ബോധം മറിഞ്ഞ് അവൾ കണ്ണുകൾ അടഞ്ഞ് വീഴാൻ പോകെ അജു അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു. കുഞ്ഞിനെ പതിയെ താഴെ നിർത്തി അവളെ താങ്ങിയെടുത്ത് സോഫയിൽ കിടത്തി. അവൻ അന്തം വിട്ട് അത്ഭുതത്തോടെ അവളെ നോക്കി. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിലത്തേക്ക് ഊർന്നിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു ലക്ഷ്മിയെ കാണാതെ വന്ന് അന്വേഷിച്ച ലക്ഷ്മിയുടെ അമ്മ ബോധം കെട്ട് കിടക്കുന്ന ലക്ഷ്മിയെയും അത് നോക്കി ഭയത്തോടെ അത്ഭുതത്തോടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അജുവിനെയും കണ്ടതോടെ എന്താണ് ഉണ്ടായതെന്നറിയാതെ ഓടിച്ചെന്നു. എന്ത് പറ്റി? എൻ്റെ മോൾക്ക് എന്ത് പറ്റി? അമ്മ, ഇവൾ ആരാണ്? ഇതെൻ്റെ മോള് ലക്ഷ്മിയാണ്, കുഞ്ഞൂസിൻ്റെ അമ്മ. നോ, ഞാൻ സമ്മതിക്കില്ല. ഇതെങ്ങനെ ലക്ഷ്മിയാവും? ഇവളെൻ്റെ സോയിയാണ്, എൻ്റെ സോയൂട്ടനാണ്, എൻ്റെ മാത്രം പൊന്നൂസാണ്. അങ്ങനെയുള്ള ഇവളെങ്ങനെയാ അവൾ നിങ്ങളുടെ ലക്ഷ്മിയായ മകളാകുന്നത്? സാർ എന്താ പറയുന്നേ? ഇത് സാറിന്റെ? സാർ എന്താ പറയുന്നേ? ഇത് സാറിന്റെ? ഇവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഹസിയമ്മയുടെ മകളാണ്.
നിങ്ങൾ പറ, ഇവളെങ്ങനെ നിങ്ങളുടെ ലക്ഷ്മിയായെന്ന്. വർഷങ്ങളായി ഇവൾ മരിച്ചെന്ന് കരുതി മരിച്ചു ജീവിക്കുമായിരുന്നു ഞാൻ. എനിക്കറിയില്ല, ഇവളെൻ്റെ സോയി എന്നല്ലേ. വർഷങ്ങൾക്ക് മുമ്പത്തെ ഓർമ്മകളിലേക്ക് പോയി ലക്ഷ്മിയുടെ അമ്മ. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് ഏകമകൾ മരിച്ചതിൻ്റെ വിഷമത്തിൽ ഒരു തീർത്ഥാടന യാത്ര കഴിഞ്ഞു വരുമ്പോഴായിരുന്നു ഒരു പെൺകുട്ടിയെ കുറേ പുരുഷന്മാർ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നത്. ആ പെൺകുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല. ഉടനെ അദ്ദേഹം ഇറങ്ങി അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ആ വഴക്കിനിടയിൽ അദ്ദേഹത്തിന് തലയ്ക്കടിയേറ്റു. ആകെ ബഹളവും എല്ലാം ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ അലർച്ചയും എല്ലാം കേട്ട് അതുവഴി യാത്രയ്ക്ക് പോയിരുന്ന പല വാഹനങ്ങളും അരികെ വരികയും എന്നെ ഭർത്താവിനെ ആ മോളെ രക്ഷപ്പെടുത്തി. പക്ഷേ ആ അടിക്കിടയിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റു. പിന്നീട് അദ്ദേഹം മരിച്ചു. പിന്നീട് മോൾ ഉണർന്നപ്പോൾ അവൾക്കൊന്നും ആരെയും ഓർമ്മയുണ്ടായിരുന്നില്ല. അതിനുശേഷം ജീവിതത്തിൽ ഒറ്റപ്പെട്ട എനിക്ക് ദൈവം തന്ന ഒരു നിധിയായിട്ടായിരുന്നു മോളെ, എൻ്റെ ലക്ഷ്മിയെ കണ്ടത്. അവളെ ഒന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവർ ഇനിയും എൻ്റെ മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ എന്ന് കരുതി ഞാൻ അവളെയും കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹവും കൊണ്ട് ഞങ്ങളിങ്ങ് ബാംഗ്ലൂരിലേക്ക് പോന്നു. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോള് ഗർഭിണിയാണെന്നറിഞ്ഞത്. ഉടനെ നാട്ടിൽ എൻ്റെ ബന്ധുവിനെ വിളിച്ച് മോളെക്കുറിച്ച് അവളെ കെട്ടിയെടുത്ത് വെച്ച് അന്വേഷിച്ചിരുന്നു. പക്ഷേ ആർക്കും അവളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് സ്വന്തം പേര് പോലും ഓർമ്മയില്ലാതിരുന്ന എൻ്റെ മോൾക്ക് ഞാൻ എൻ്റെ മോളുടെ പേര് തന്നെ കൊടുത്തു, ലക്ഷ്മി. അങ്ങനെ അവൾ എൻ്റെ മകളായി. എൻ്റെ മോള്, എൻ്റെ സ്വന്തം ലക്ഷ്മി മോള്. അവളുടെ ഗർഭകാലം അവളെ പൊന്നുപോലെ ഞാൻ നോക്കി. മാസങ്ങളോളം എൻ്റെ കുഞ്ഞിനെ ഞാൻ ചേർത്ത് പിടിച്ചു. സ്വന്തം പേര് പോലും തിരിച്ചറിയാൻ, ഓർമ്മിക്കാൻ കഴിയാത്ത അവളുടെ മാനസികാവസ്ഥ വല്ലാത്തതായിരുന്നു. ഒരുപാട് പ്രാവശ്യം സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണിച്ച അവൾ ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഒരു ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ചിന്തയ്ക്ക് മാറ്റം വരുമെന്ന് കരുതിയ അദ്ദേഹത്തിൻ്റെ ഓഫീസും ബിസിനസ്സും എല്ലാം ഞാൻ അവളെ ഏൽപ്പിച്ചത്. എല്ലാം അവൾ നന്നായി കൊണ്ടു നടക്കുകയും ചെയ്തു. അതിനിടയിൽ ഒരു പെൺകുഞ്ഞിന് അവൾ ജന്മം നൽകി. അവൾ എൻ്റെ ലക്ഷ്മിയുടെ മോളായി. ഞങ്ങളുടെ കുഞ്ഞൂസ്, ഞങ്ങളുടെ മാത്രം കുഞ്ഞൂസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. അതോടെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജു ഉറക്കി കരഞ്ഞു. കുഞ്ഞൂസിനെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അവൾക്ക് എന്നെ അറിയോ? അത് നമുക്ക് പറയാം സാർ. നമുക്കെല്ലാം അവളോട് പറയാം. സാറല്ല അമ്മ, എന്നെ അജു എന്ന് വിളിച്ചാൽ മതി. എന്നെ മോനായി കണ്ടാൽ മതി. നമുക്കെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കാം മോനെ. മോൻ പേടിക്കണ്ട, അവളോട് എല്ലാം ഞാൻ പറയാം. പെട്ടെന്നാണ് സോയി അലറിക്കൊണ്ട് ചാടി എണീറ്റത്. സോയി ഉടനെ അജുവിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ചു മേടിച്ചു. എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരില്ല. ഇവൾ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അമ്മയ്ക്കും എനിക്കും ഇവൾ മാത്രമേ ഉള്ളൂ. ഞാൻ തരില്ല. പ്ലീസ്, ഞങ്ങളെ ശല്യം ചെയ്യരുത്. പൊന്നൂസേ, എൻ്റെ സോയൂട്ട, നീ എന്നെ മറന്നോടാ? അവൻ്റെ അവളിൽ പെട്ടെന്ന് അവളുടെ മനസ്സിൽ പൊന്നൂസേ എന്ന വിളി അവളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അവളുടെ മനസ്സിൽ വല്ലാതെ തെളിവോടെ അവൻ വന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അവളുടെ ഓർമ്മകളുടെ ഉള്ളറകളിൽ നിന്ന്
അവൻ്റെ മുഖം തെളിഞ്ഞു തെളിഞ്ഞു വന്നു. അവൾ അറിയാതെ തന്നെ വിളിച്ചുപോയി, അജുക്ക. അവളുടെ വിളി കേട്ട ആ നിമിഷം അജു കരഞ്ഞുപോയി. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എനിക്കറിയാടാ പൊന്നൂസെ, നീ ഏത് അവസ്ഥയിലാണെങ്കിലും എന്നെ തിരിച്ചറിയുമെന്ന്. അവൻ അവളെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു. സോയൂട്ടനെ വിളിച്ചു പറഞ്ഞു. സോയൂട്ടനെ കിട്ടിയതെല്ലാം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിലായി. വിശ്വസിക്കാൻ കഴിയാത്ത അത്ര സന്തോഷത്തിലായി. എല്ലാവരും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി പൊന്നൂസിനെയും കൊണ്ട് അവൻ നാട്ടിലേക്ക് പോകുന്നത്. കൂടെ കുഞ്ഞൂസും അമ്മയും ഉണ്ടായിരുന്നു. അവർ സുഖമായി ജീവിച്ചു തുടങ്ങി. ഒരു ദിവസം അവൻ്റെ ഉപ്പ വിളിച്ചു, മോനെ, മോൾക്ക് സുഖമില്ലാട്ടോ, സോയിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇത് കേട്ടതും അജു ഓഫീസിൽ നിന്ന് അവളുടെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നു. അവൻ വന്നപ്പോൾ അവൾ ട്രിപ്പിട്ട് കണ്ണടച്ച് കിടക്കുന്നതാണ് കാണുന്നത്. പൊന്നൂസേ, നീ ശരിക്കും ഭക്ഷണം കഴിച്ചില്ല അല്ലേ? ഒരു കുഞ്ഞിൻ്റെ അമ്മയായില്ലേ? എന്നിട്ട് ഇപ്പോഴും കുഞ്ഞിനെ പോലെ നിനക്ക് കഴിക്കാൻ മടി അല്ലേ? ശരിയാക്കി തരാം. ഉടനെ തന്നെ അവൾ അവൻ്റെ കൈ പിടിച്ചു. അത് അജുക്ക, ഇത് ഭക്ഷണം കഴിക്കാതെ അല്ല കേട്ടോ. പിന്നെ അവനൊരു മുഖം ചുളിച്ച് അവളെ നോക്കി. അത് പിന്നെ ദേ ഇവിടെ ഒരാൾ കൂടി വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൈ അവളുടെ വയറിലേക്ക് ചേർത്ത് വച്ചു. അത് കേട്ടതും അജു സന്തോഷത്തോടെ അവളെ അത്ഭുതത്തോടെ നോക്കി. ശേഷം അവളെ വാരിപ്പിടിച്ച് അവളുടെ ചുണ്ടിൽ മുത്തി. ഉപ്പച്ചി, ഞാനൊരു എത്തിയാവാൻ പോവാ അല്ലേ? എനിക്ക് കുഞ്ഞാവുണ്ടാവാൻ പോവാ. അമ്മമ്മ കണ്ടോ? എൻ്റെ ഉമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞാവാ. ഉമ്മമ്മ, ഉപ്പാപ്പ, നിങ്ങളെല്ലാവരും അറിഞ്ഞോ? എൻ്റെ ഉമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞാവുണ്ട്. എൻ്റെ മാത്രം കുഞ്ഞാവ. അവളുടെ പറച്ചിൽ കേട്ട് ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും ചിരിച്ചു. അജു കുഞ്ഞൂസിനെ ചേർത്ത് പിടിച്ച് നെറുകിൽ മുത്തി. അജുക്ക, അപ്പോൾ എനിക്ക് ഉമ്മയില്ലല്ലേ? അവൾ പിണങ്ങി. എന്നാലും എൻ്റെ സോയി, ഒരു കമ്പനി മുഴുവൻ നോക്കി നടത്തുന്ന ഒരു CEO ആണത്രേ. നിനക്ക് ഇപ്പോഴും കുശുമ്പിനും പിണക്കത്തിനും ഒരു കുറവും ഇല്ലല്ലോടാ. അവൻ അവളുടെ നെറുകയിലും മുത്തി. അടുത്ത പുലരികൾ അവരുടെ സന്തോഷങ്ങളും കളിച്ചിരികളും അവരുടെ വീട്ടുമുറ്റത്ത് എന്നും ഉയർന്നു കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ, സമാധാനത്തോടെ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഥ കേട്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി.